എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്ന് നമുക്ക് നോക്കാം. ഇന്ന് എന്ത് റീഡിങ് നോക്കാം? എന്താണ് നിങ്ങളെ ഏറ്റവും കൺഫ്യൂസ് ചെയ്യുന്ന വ്യക്തി ആരാ? നിങ്ങളെ ഏറ്റവും വിഷമിപ്പിക്കുന്ന, ഏറ്റവും ടെൻഷൻസ് തരുന്ന ആ ഒരു വ്യക്തി ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ വ്യക്തി. എന്തൊക്കെയായാലും നിങ്ങൾക്ക് അവരെ വലിയ ഇഷ്ടമാണ്, നിങ്ങളുടെ പേഴ്സൺ അല്ലേ? നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ എന്താണ് എന്ന് നമുക്ക് അറിയാം. ഓക്കെ, ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്ക് അല്ലേ? ഓക്കെ, ജോക്സ് അപ്പാർട്ട്. ഈ സമയം ഈ വീഡിയോ കാണുന്ന സമയത്ത്, അത് എത്ര നാൾ കഴിഞ്ഞിട്ടായാലും ശരി, ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക കേട്ടോ, ബാക്കി അങ്ങ് തള്ളിക്കളയുക. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് വേണ്ടവർക്ക് നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം, കോൺടാക്റ്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ തുടങ്ങാം നമുക്ക്. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പ്രിയപ്പെട്ട വ്യക്തിയുടെ മനസ്സിൽ ഈ സമയത്ത് എന്താണ് എന്നൊന്ന് കാണിച്ചു തരൂ. വാട്ട് ഈസ് ഇൻ മൈ വ്യൂവേഴ്സ് പേഴ്സൺസ് മൈൻഡ് അറ്റ് ദിസ് ടൈം? എൻ്റെ വ്യൂവേഴ്സ് ഈ വീഡിയോ കാണുന്ന സമയത്ത് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ മനസ്സിൽ എന്താണ് എന്ന് കാണിച്ചു തരൂ. 6 of Cups വീണു, അത് എടുക്കാം കേട്ടോ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ മനസ്സിൽ ഈ സമയം എന്താണ് എന്ന് കാണിച്ചു തരൂ. എൻ്റെ വ്യൂവേഴ്സ് ഈ വീഡിയോ കാണുന്ന സമയത്ത് അവരുടെ പേഴ്സൻ്റെ മനസ്സിൽ എന്താണ് എന്ന് കാണിച്ചു തരൂ. 9 of Pentacles എടുക്കട്ടെ. Queen of Wands, okay. Ace of Swords, 4 of Wands, 2 of Cups. ശരി, ഓക്കെ, വെരി സ്ട്രെങ്ത്. Knight of Swords, King of Cups, 4 of Cups, okay. 7 of Wands, 2 of Swords, okay. Bottom of the deck, Hermit. ശരി, ഇതിൽ സംശയം വന്നത് 7 of Wands. 7 of Wands എന്തുകൊണ്ടാണ് ഡിവൈൻ? വൈ 7 of Wands ചെയ്യാം? എന്താണ് അവർ ആലോചിച്ച് തടസ്സമായിട്ട് ഫീൽ ചെയ്യുന്നത്? പേജ് ഓഫ് Wands, കമ്മ്യൂണിക്കേഷന് തടസ്സം വന്നിരിക്കുന്നു. 2 of Swords, 2 of Swords, 2 of Swords, 3 of Wands, okay. നിങ്ങളിത് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ വളരെ നൊസ്റ്റാൾജിക്കായിട്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങൾ തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾ, സ്പെൻഡ് ചെയ്ത മൂമെൻറ്റ്സ്, പഴയ പിക്ചേഴ്സൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരിക്കും, മെസ്സേജസ് എടുത്ത് നോക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ നിങ്ങളെ പറ്റിയുള്ള ഫോണ്ട് മെമ്മറീസാണ്, വളരെ സ്വീറ്റായിട്ടുള്ള മെമ്മറീസാണ്. അതൊക്കെ അവർ വീണ്ടും ഓർക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. 9 of Pentacles വെച്ച് അതേസമയം അവർക്ക് ജോബിലും കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. ജോലി ചെയ്തുകൊണ്ട് ഇരിക്കെ തന്നെ ആയിരിക്കും നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് കേട്ടോ. അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് ഉണ്ട്. 9 of Pentacles സ്വന്തം കാര്യം കൂടി ആണ്. ഓക്കെ, ഒരു പക്ഷേ വീട്ടിലെ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ സ്വന്തം കാര്യങ്ങളായിരിക്കാം, ജോലി സംബന്ധമായ കാര്യങ്ങളായിരിക്കാം, ഫൈനാൻസ് സംബന്ധമായ കാര്യങ്ങളായിരിക്കാം. അതും അവർ എൻ്റെ കൂട്ടത്തിൽ തന്നെ ഓർക്കുന്നതായിട്ട് കാണുന്നു. ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ നിങ്ങളുടെ മനസ്സിൽ വരുന്നതായിരിക്കാം. ക്വീൻ ഓഫ് വോൺസ് വെച്ച് തീർച്ചയായിട്ടും ജോലി റിലേറ്റഡ് ആയിട്ടായിരിക്കും നിങ്ങൾ മിക്കവാറും കണക്റ്റഡ് ആയിരിക്കുക. ഓക്കെ, ആ ജോലിയുടെ ഇടയിൽ നിങ്ങളുടെ മുഖം തീർച്ചയായിട്ടും മനസ്സിൽ വരുന്നു. നിങ്ങൾ വളരെ കഴിവുള്ള വ്യക്തിയാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് വളരെ റെസ്പെക്റ്റുമാണ് അവർക്ക് കേട്ടോ. അപ്പോൾ റെസ്പെക്റ്റോടെ നിങ്ങളുടെ ശബ്ദം ഓർക്കുന്നതായിട്ട്, നിങ്ങളുടെ മുഖം ഓർക്കുന്നതായിട്ട്, വളരെയധികം സ്നേഹത്തോടെ അവർ അട്രാക്റ്റഡുമാണ് നിങ്ങളുമായിട്ട്. ഓക്കെ, സ്നേഹത്തോടൊപ്പം റെസ്പെക്റ്റോടൊപ്പം അട്രാക്ഷനും ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനെയും പറ്റി അവർ ആലോചിക്കുന്നുണ്ട്. നിങ്ങളുടെ മുഖം തുടർച്ചയായിട്ട് അവർക്ക് മനസ്സിൽ വരുന്നുണ്ട് കേട്ടോ. ഏസ് ഓഫ് സോർട്സ് വെച്ചിട്ട് അവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ അതിനെപ്പറ്റി നല്ലൊരു ക്ലാരിറ്റി അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ മനസ്സിലാവുന്നത് കേട്ടോ.
കാര്യങ്ങൾ എന്തൊക്കെയോ സത്യങ്ങൾ, ചില സത്യങ്ങൾ അവർക്ക് ബോധ്യമല്ലാതിരുന്ന ചില സത്യങ്ങൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, 4 ഓഫ് വോൺസ് വെച്ചിട്ട് നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ്, അല്ലെങ്കിൽ കാണുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് ഒരു പ്രപ്പോസൽ ചെയ്യണം എന്നൊക്കെ തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. കാരണം തൊട്ടടുത്ത് വന്നിരിക്കുന്ന 2 ഓഫ് കപ്സ് ആണ് അല്ലേ. അപ്പോൾ ഒരു റീയൂണിയൻ തീർച്ചയായും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ റീയൂണിയൻ ഉണ്ടാവുന്ന സമയത്ത്, നിങ്ങളെ അടുത്ത് കാണുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് എങ്ങനെ സംസാരിക്കണം, എന്ത് പറയണം, കാരണം അവർക്കത് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന മൂമെൻ്റാണ് കേട്ടോ. നിങ്ങളെ കാണുന്ന ആ ഒരു സമയമുണ്ടല്ലോ, അത് അവർക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒരു അപ്കമ്മിങ് ആയിട്ട് ഒരു ഇവൻറ്റ് ഉള്ളതായിട്ടും കാണുന്നു കേട്ടോ. ഒരു ഇവൻറ്റിൽ വെച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ കാണുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഒരു ജനറൽ ആയിട്ടുള്ളൊരു സ്ഥലത്ത് വെച്ചിട്ട്, ഒരു റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഈവൻ എവിടെയെങ്കിലും പോകുന്നു അവിടെ വെച്ചിട്ടായിരിക്കും, ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ടായിരിക്കും, ഒരു കല്യാണം, ഒരു പാർട്ടി, അങ്ങനെ എന്തെങ്കിലും. അതായത് കുറച്ച് ആൾക്കാരുണ്ട്, ആൾക്കാരുടെ ഇടയിൽ വെച്ച് തന്നെയാണ് നിങ്ങൾ തമ്മിൽ കാണുന്നത്. പക്ഷെ തമ്മിൽ കാണുന്ന സമയത്ത് സംസാരിക്കണം, ഹാപ്പി മൊമെൻറ്റ്സ് സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ, അതായത് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നൊക്കെ അവർ തീർച്ചയായിട്ടും ആലോചിക്കുന്നുണ്ട്. കഴിയുമെങ്കിൽ അവരുടെ സ്നേഹം നിങ്ങളെ എങ്ങനെയെങ്കിലും ബോധ്യപ്പെടുത്തണമെന്നും അവർ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അവരുടെ മനസ്സിൽ അതാണ്. നിങ്ങളെ ഉടനെ കാണുന്നുണ്ടായിരിക്കും. എനിക്ക് 2 ദിവസം 2 ആഴ്ച, അല്ലെങ്കിൽ 4 ദിവസം 4 ആഴ്ച, ആ ഒരു ടൈം ഫ്രെയിമിൻ്റെ അകത്തായിരിക്കും ഈ ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള സാധ്യത വരുന്നത് കേട്ടോ. സ്ട്രെങ്ത് വെച്ചിട്ട് അതുവരെയും ക്ഷമയോടെ വെയിറ്റ് ചെയ്തേ പറ്റൂ. ഓക്കെ, എന്തെങ്കിലും മനസ്താപങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞ് ശരിയാക്കണം. ഈ തമ്മിൽ കാണുന്ന സമയത്ത്, സംസാരിക്കുന്ന സമയത്ത് അതെല്ലാം തന്നെ പറഞ്ഞ് എന്താ പറയുക, കോംപ്രമൈസായിട്ട് മുന്നോട്ട് പോകണമെന്നും അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഒരു എന്താ പറയുക, ഒരു മാപ്പൊക്കെ പറഞ്ഞ് ഒരു കോർഡിയൽ റിലേഷൻഷിപ്പിൽ വീണ്ടും പഴയതുപോലെ ഒരു സ്നേഹബന്ധത്തിൽ എത്തണം എന്ന് തന്നെ അവർ കരുതുന്നുണ്ട്. ഓക്കെ, ആക്ഷൻസ് എടുക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ആക്ഷൻ നിങ്ങളുടെ പേഴ്സണിൽ നിന്നും പ്രതീക്ഷിക്കാം നമുക്ക് നൈറ്റ് ഓഫ് സോർട്സ് വെച്ചിട്ട്. ഓക്കെ, എന്ന് വെച്ചാൽ നേരത്തെ ഒന്നും എല്ലാം മനസ്സിൽ അടക്കി വെച്ചിട്ട് അനങ്ങാതിരിക്കുകയായിരുന്നു. ഫീലിങ്സ് ആയാലും എന്ത് തന്നെ ആയാലും അവരുടെ ഫീലിങ്സ് അവർ തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും വേണ്ട ഒരു ആക്ഷൻ, അവർ എടുക്കേണ്ടതായിട്ടുള്ള ഒരു ആക്ഷൻ ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കില്ല. ഓക്കെ, ചിലപ്പോൾ എക്സ്പ്രസ്ഡ് ഫീലിങ്സ് ആയിരിക്കും, പക്ഷേ ഫീലിങ്സ് തുറന്നു പറഞ്ഞു, പക്ഷെ അതിന് ശേഷം ഒരു മൂമെൻറ്റും ഉണ്ടായിട്ടില്ല. അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും സ്പീഡി ആയിട്ടൊരു ആക്ഷൻ വരുന്നത്, നിങ്ങൾക്ക് അനുകൂലമായിട്ടൊരു ആക്ഷൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, കിങ് ഓഫ് കപ്സ് വെച്ചിട്ട് ഒരുപാട് സ്നേഹം തന്നെയാണ്, സ്നേഹത്തോടെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ആലോചിച്ചത് കേട്ടോ. ആ നിമിഷം, നിങ്ങളിത് കാണുന്ന നിമിഷം നിങ്ങൾ അവരുടെ മനസ്സിലുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷേ അറ്റ് പ്രസൻറ്റ് അവർ കോണ്ടാക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഇന്നാക്റ്റീവായിട്ട് ഇരിക്കുകയാണ്. മനസ്സിലാണ് ഈ ചിന്തകൾ വരുന്നത്, ആക്ഷനായിട്ട് ഒന്നും വന്നിട്ടില്ല. ഉടനെ വരും, ആക്ഷൻ എടുക്കും എന്നാണ് കാണുന്നത് കേട്ടോ. അറ്റ് പ്രസൻറ്റ് ഈ കാണുന്ന സമയത്ത് അവരുടെ ഭാഗത്തുനിന്ന് ആക്ഷൻ ഒന്നും വന്നിട്ടില്ല, പക്ഷെ ഒരുപാട് സ്നേഹത്തോടെ ഓർക്കുന്നുമുണ്ട്. വളരെ മിസ്സിങ് എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ആ സമയത്ത് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടാവുക കേട്ടോ. 7 ഓഫ് വോൺസ് ആൻഡ് പേജ് ഓഫ് വോൺസ്, ഞാൻ പറഞ്ഞില്ലേ, കമ്മ്യൂണിക്കേഷൻ അവരുടെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല. കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്, അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു മിസ്സിങ് എനർജിയും അവിടെ ഒരു സ്ട്രെങ്ത്തിൻ്റെ എനർജിയും എല്ലാം തന്നെ വന്നത്. ഓക്കെ, വെയിറ്റിംഗ് പീരീഡിലിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാണുമ്പോൾ സംസാരിക്കാം എന്നുള്ള രീതിയിൽ. ഓക്കെ, മെസ്സേജ് അയക്കാൻ ഒരു തടസ്സം അവർക്കവിടെ എന്തോ ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണ് അതെന്നുള്ളത് നമുക്ക് അടുത്ത സെറ്റ് ഓഫ് കാർഡ്സിൽ അറിയാൻ പറ്റും. 7 ഓഫ് വോൺസ് ഒരു തടസ്സം തന്നെയാണ്. ഓക്കെ, എന്തിനാണ് തടസ്സം വന്നിരിക്കുന്നത്? പേജ് ഓഫ് വോൺസ്, മെസ്സേജ് ചെയ്യാനുള്ള ഒരു ഫ്രീ ആയിട്ട് നിങ്ങളുടെ അടുത്ത് വളരെ സ്നേഹമായിട്ടൊരു മെസ്സേജൊക്കെ അയക്കാൻ അവർക്കൊരു തടസ്സം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് അവിടെ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷൻ ആണ്. അവരുടെ ചുറ്റിനും ആൾക്കാരുണ്ട് കേട്ടോ. അവരുടെ ആരെങ്കിലും ഫാമിലി ആവട്ടെ, റിലേറ്റീവ്സ് ആവട്ടെ, സംബഡി ഈസ് ദെയർ. അവരുടെ ചുറ്റിനും വേറെ ആൾക്കാരുണ്ട്. അവരുടെ അറ്റൻഷൻ ഡിവൈഡഡ് ആണ്, മനസ്സിലായില്ലേ? നിങ്ങളുടെ മെസ്സേജിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. 3 ഓഫ് വോൺസ് വെച്ചിട്ട് ലോങ് ഡിസ്റ്റൻസിലും ആയിരിക്കാം. ലോങ് ഡിസ്റ്റൻസിലായിരിക്കുന്ന അവിടെ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഇവരുടെ കൂടെ ഉണ്ട്. അത് ഇവരുടെ സ്പൗസും ആയിരിക്കാം കേട്ടോ. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ടും കാണുന്നുണ്ട് ചിലർക്ക്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷൻ ആണ്. ഒരു ഫ്രീ കമ്മ്യൂണിക്കേഷൻ അവിടെ സാധിക്കാതെ വരുന്നതായിട്ടും
കാണുന്നുണ്ട്. അവരതിനെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെന്താ വിചാരിക്കുന്നത്, നേരിട്ട് കാണുമ്പോൾ സംസാരിക്കാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ക്ലിയർ ആയല്ലോ. ഹെർമിറ്റ് വെച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതിൽ നിങ്ങൾക്ക് മാത്രമല്ല അവർക്കും വിഷമമുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷിച്ചിട്ടൊന്നുമല്ല അവർ ആ സിറ്റുവേഷനിൽ ഇരിക്കുന്നത്. അവരെവിടെ തന്നെ ആയാലും അവിടെ നിന്ന് എന്തായാലും ഒരു ആക്ഷൻ എടുക്കണം, തീർച്ചയായിട്ടും മുന്നിലേക്ക് ഒരു ആക്ഷൻ എടുക്കണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഇവിടെ തേർഡ് പാർട്ടി എന്ന് ഞാൻ ഉദ്ദേശിച്ച സ്പൗസ് മാത്രമല്ല, തേർഡ് പാർട്ടി പാരൻസും ആയിരിക്കാം കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ മാരീഡ് അല്ല എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അവരുടെ പാരൻസോ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരും ആയിരിക്കാം അവിടെ കൂടെ ഉണ്ടായിരിക്കുന്നത്. കുറച്ച് ആൾക്കാർ കൂടെ ഉണ്ടെന്ന് തന്നെ കാണുന്നു കേട്ടോ. അപ്പോൾ ചുറ്റും ആൾക്കാരുള്ളപ്പോൾ ഒരു ഫ്രീ കമ്മ്യൂണിക്കേഷൻ അവർക്ക് പോസിബിൾ ആവുന്നില്ല എന്നാണ് കാണുന്നത്. ഓക്കെ, ഹെർമിറ്റ് വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഒരൊറ്റപ്പെട്ട ഫീലിംഗ് തന്നെയാണ് അവർക്കും വിഷമമുണ്ട് നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേഷൻ തരാൻ സാധിക്കാത്തതിൽ. അപ്പോൾ ഇവർ വീണ്ടും ആലോചിക്കുന്നത് എന്തായാലും തമ്മിൽ കാണുന്ന സമയത്ത് നമുക്ക് സംസാരിക്കാം, നേരിട്ട് സംസാരിക്കാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, സം മോർ കാർഡ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ മനസ്സിൽ ഈ സമയം എന്താണ് എന്ന് പറഞ്ഞു തരും. എന്തായാലും റീയൂണിയൻ വളരെയധികം അവർ ആഗ്രഹിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട് അതിനെ പറ്റിയിട്ട്. കുറച്ച് കാശ് കൊടുത്തരുവിടാം. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ മനസ്സിൽ ഈ സമയം എന്താണ് എന്നൊന്ന് കാണിച്ചു തരും. കിങ് ഓഫ് വോൺസ്, ഒരുപാട് സ്നേഹം, അട്രാക്ഷൻ എല്ലാം തന്നെ അവർ ഫീൽ ചെയ്യുന്നുണ്ട്. കിങ് ഓഫ് വോൺസ്, ക്വീൻ ഓഫ് വോൺസ് രണ്ടുപേരെ റീഡിങ്ങിൽ വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ ഒരു പാർട്ട്ണറായിട്ട് തന്നെയാണ്, പാർട്ട്ണറുടെ സ്ഥാനത്ത് തന്നെയാണ് അവർ കാണുന്നത്. ഒന്നുകിൽ നിങ്ങളെക്കുറിച്ച് തന്നെ ഓർക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. സ്നേഹത്തോടെയും അട്രാക്ഷനോടെയും ബഹുമാനത്തോടെയും നോക്കുന്നതായിട്ട് ആലോചിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ദ സൺ, നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങൾ അവരുടെ ഒരു എന്താ പറയുക, കൂടെയുള്ള ഒരു നിങ്ങൾ അവരുടെ കൂടെയുള്ള ഒരു വളരെ പോസിറ്റീവ് പേഴ്സൺ ആണ് എന്ന് അവർക്ക് തോന്നാറുണ്ട് കേട്ടോ. നിങ്ങളുടെ അടുത്ത് അവർക്ക് എന്തും പറയാം, എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾ അവർക്ക് ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കും എന്നൊക്കെയുള്ള ഒരു വിശ്വാസം ഉണ്ടല്ലോ. വിശ്വാസമാണ് നിങ്ങൾ അവരുടെ ലൈഫിൽ വെളിച്ചം കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെ അവർക്ക് തീർച്ചയായിട്ടും അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. 2 ഓഫ് പെൻറ്റക്കിൾസ്, ഒരു ജഗ്ലിംഗ് സിറ്റുവേഷൻ ആണ്, ഒരു കൺഫ്യൂഷൻ ഉണ്ട് അവർക്ക് എന്നും കാണുന്നു. കാരണം നമ്മൾ നേരത്തെ കണ്ടിരുന്നു അവരുടെ ചുറ്റിനും ആൾക്കാരുണ്ട്, ഒരു പക്ഷേ തേർഡ് പാർട്ടിയും ഉണ്ടായിരിക്കാം. ഓക്കെ, അതേപോലെ എംപറർ, അവരവരുടെ സോഷ്യൽ ഇമേജിനെ പറ്റിയിട്ടും ജോലിയിലുള്ള പദവിയെ പറ്റിയിട്ടും ഒക്കെ കുറച്ച് ബോധേഡാണ്. അറ്റ് പ്രസൻറ്റ് നിങ്ങൾ കാണുന്ന സമയത്ത് ഇവർ വർക്കിലും ആയിരിക്കാം കേട്ടോ. അവർ ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടുന്ന പൊസിഷനിൽ ഉള്ള ഒരു വ്യക്തിയാണ്, ചില കാര്യങ്ങൾ കൺട്രോള് ചെയ്യുന്ന വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചും അവർക്ക് അതിലും കൂടി ഫോക്കസ് ചെയ്തേ പറ്റൂ. റെസ്പോൺസിബിലിറ്റീസ് ഹോൾഡ് ചെയ്യുന്ന വ്യക്തിയാണ് കേട്ടോ. കുടുംബത്തിലാവട്ടെ, ഓഫീസിലാവട്ടെ, അവരുടെ ജോലിയിലാവട്ടെ, റെസ്പോൺസിബിലിറ്റീസ് വളരെയധികം ഹോൾഡ് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ചും ഫോക്കസ് ചെയ്തേ പറ്റൂ. നിങ്ങളെപ്പറ്റി മാത്രം ധ്യാനിച്ചിരുന്ന ജീവിതം മുന്നോട്ട് പോകണ്ടേ, അപ്പോൾ ജോലിയിലും കൂടി ശ്രദ്ധിക്കുന്നുണ്ട്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. 3 ഓഫ് കപ്സ്, ചിലർ അവരുടെ സുഹൃത്തുക്കളുടെ കൂടെയുമാണ്, അങ്ങനെയുമായിരിക്കാം കേട്ടോ. നിങ്ങൾ ഇത് ഏത് സമയത്താണ് നിങ്ങളിത് കാണുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കും. പകൽ സമയത്താണെങ്കിൽ ഒരു പക്ഷേ അവർ ജോലിയിൽ തിരക്കിലായിരിക്കും. 3 ഓഫ് കപ്സിൻ്റെ എനർജി വന്ന അവിടെ കുറച്ച് പേഴ്സൺസ് അവരുടെ സുഹൃത്തുക്കൾക്ക് ചുറ്റിനുമാണ് എന്നും കാണുന്നുണ്ട് കേട്ടോ. ഫാമിലി, സുഹൃത്തുക്കൾ അങ്ങനെയൊക്കെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. കേസ് ബൈ കേസ് എടുത്തോളുക, സമയം പോലെ എടുത്തോളുക കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒന്നിൽ കൂടുതൽ ആൾക്കാർ അവരുടെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഫ്രീ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവാതെ വരുന്നത് കേട്ടോ. ഏസ് ഓഫ് കപ്സ്, വളരെയധികം സ്നേഹത്തോടെ തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത് എന്നും കാണുന്നു. സുഹൃത്തുക്കളോടായാലും നിങ്ങളെക്കുറിച്ച് അവർ പറയുന്നുണ്ടെങ്കിൽ വളരെ സ്നേഹത്തോടെയാണ് അവർ പറയുന്നത് കേട്ടോ. അങ്ങനെ തന്നെയാണ് കാണുന്നത്. നമുക്കൊരു 2-3 കാർഡ് കൂടെ എടുക്കാം. കുറച്ച് കാർഡ്സ് കൂടി തരൂ ഡിവൈനിൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ മനസ്സിൽ ഈ സമയം എന്താണ് എന്നൊന്ന് കാണിച്ചു തരൂ. ഇന്ന് മെസ്സേജസ് എടുക്കുന്നില്ല, ഡിവൈൻ ഗൈഡൻസ് എടുക്കാം കേട്ടോ. 8 ഓഫ് പെൻറ്റക്കിൾസ്, ജോലിയിലും തിരക്കിലാണ് കേട്ടോ. പലരും ജോലിയിലും തിരക്കിലാണ്. ജോലിയിൽ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ചെയ്ത് തീർക്കാനുണ്ട്.
അവരതിലും കൂടി ബിസി ആവാൻ ശ്രമിക്കുകയാണ് കേട്ടോ. അതായത് ജോലിയിൽ തിരക്കിൽ പെട്ടിട്ട് മനസ്സ് നിങ്ങളിൽ നിന്നും ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, മജീഷ്യൻ എന്ത് തിരക്കിൽപ്പെട്ടാലും എന്തൊക്കെ ചെയ്ത് മനസ്സിനെ ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചാലും അവർക്കതിന് കഴിയുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനുമാണ്. നിങ്ങൾ തന്നെയാണ് അവരുടെ മനസ്സിൽ ജോലിയുടെ കൂട്ടത്തിൽ തന്നെ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. തീർച്ചയായിട്ട് നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങളുടെ മുഖം ഇങ്ങനെ ഒരു ഭാഗത്ത് അവരുടെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള സിറ്റുവേഷനാണ് കേട്ടോ. നിങ്ങളെ കാണുമ്പോൾ എന്ത് പറയണം, എങ്ങനെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം, അങ്ങനെയെല്ലാം അതും അവരുടെ മനസ്സിൽ പോകുന്നുണ്ട്. പ്ലാനിങ്ങും കൂടി നടക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഉണ്ടല്ലോ, അവരുടെ ജോലി ചെയ്യുന്ന ഫീൽഡിൽ ഭയങ്കര കഴിവുള്ളൊരു വ്യക്തിയായിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ ഒരുപാട് അപ്രീസിയേഷൻ അവർക്ക് ഇവരുടെ തൊഴിലിന് വേണ്ടിയിട്ട് കിട്ടുന്നുണ്ടായിരിക്കുമേ. അങ്ങനെ ഒരു അക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരുപാട് കഴിവുകൾ കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നും കാണുന്നുണ്ട് കേട്ടോ. ഒരുപാട് അപ്രീസിയേഷൻ ഇവർക്ക് ഇവരുടെ ജോലി സംബന്ധമായിട്ട് കിട്ടാറുണ്ടായിരിക്കും. ലാസ്റ്റ് കാർഡ്. ഓക്കെ, ഒരേ ഒരു കാർഡ് ഷഫിൾ. എനിക്കിന്നൊരു ഡിസ്ട്രാക്ഷൻ എന്താണെന്നറിയില്ല, ഒരു ചെറിയ ഡിസ്ട്രാക്ഷൻ പോലെ തോന്നുന്നു. 3 ഓഫ് പെൻറ്റക്കിൾസ്. ഇവരുടെ ടീമിൻ്റെ കൂടെയുമായിരിക്കാം കേട്ടോ. ഇവരൊരു ടീം വർക്കൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. ആ ടീമിൻ്റെ കൂടെ ആയിരിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, ആ ടീമിൽ ചില ഡിസിഷൻസൊക്കെ അവർക്ക് എടുക്കാനുണ്ട്. അതിനെക്കുറിച്ചും അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അതായത് ഒരേ സമയം പല പല കാര്യങ്ങൾ അവരുടെ മനസ്സിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ജോലിയിലും മനുഷ്യനെ ശ്രദ്ധിച്ചാലേ പറ്റൂ. അവിടെയും അവരൊരു ലീഡർഷിപ്പ് പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ആളായിരിക്കാം. തീരുമാനങ്ങൾ എടുക്കേണ്ടുന്ന ചുമതല അവർക്കായിരിക്കാം. അപ്പോൾ അവർ അതിനെക്കുറിച്ചും ബോധവാനാണ്. അതിനെക്കുറിച്ചും വളരെ കാര്യമായി തന്നെ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അങ്ങനെ പല പല കാര്യങ്ങളാണ് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ ഈ സമയം പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്ന് നമുക്ക് ഡിവൈൻ ഗൈഡൻസ് എടുക്കാം. ഡിവൈൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് നിങ്ങളുടെ അടുത്ത് എന്താണ് പറയുന്നതെന്ന് നോക്കിയിട്ട് നിർത്താം. ഓക്കെ, ഡിവൈൻ പ്ലീസ് ഗൈഡ് മൈ വ്യൂവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് ഗൈഡൻസ് കൊടുത്തു. അവരെന്താണ് ചെയ്യേണ്ടത്, എൻ്റെ വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അവർ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത്. ഷഫ്ലിങ് കഴിയാത്ത കൊണ്ടാണ് ഞാൻ മറിഞ്ഞു വീഴുന്ന കാർഡ്സ് എടുക്കാത്തത് കേട്ടോ. ജസ്റ്റ് ഷഫ്ലിങ് സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അവർക്കൊരു ഗൈഡൻസ് കൊടുത്തു. ഡിവൈൻ പ്ലീസ് ഗൈഡ് ദം. ഡിവൈൻ പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്. ഓക്കെ, 9 ഓഫ് പെൻറ്റക്കിൾസ്. അറിയാലോ അതെന്താണെന്ന്. ഏസ് ഓഫ് കപ്സ്, 2 ഓഫ് കപ്സ്, വെരി ഗുഡ്. Temperance, Ace of Pentacles, good. Star, Magician, King of Cups, ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് കിങ് ഓഫ് സ്വാർഡ്സ്. 1-2 കാർഡ് എനിക്ക് ക്ലാരിഫൈ ചെയ്യണം കേട്ടോ. ക്ലാരിഫൈ ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, 9 ഓഫ് കപ്സ്. ഓക്കെ, കിങ് ഓഫ് കപ്സ്, ക്ലാരിഫൈ കിങ് ഓഫ് കപ്സ്, ക്ലാരിഫൈ കിങ് ഓഫ് കപ്സ്, ദ വേൾഡ്. ഓക്കെ, കിങ് ഓഫ് സ്വാർഡ്സ്, ക്ലാരിഫൈ കിങ് ഓഫ് സ്വാർഡ്സ്, clarify King of Swords, the Wheel. ഓക്കെ, ആദ്യമായിട്ട് ഡിവൈൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന വളരെ വലിയ കാര്യമാണ്. നിങ്ങൾ സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്റ്റ്, സ്വയം പര്യാപ്തത, അതിലെല്ലാം കുറച്ച് ഫോക്കസ് ചെയ്യണം എന്ന് പറയുകയാണ് കേട്ടോ. നിങ്ങൾ സ്നേഹിച്ചോളൂ, സ്നേഹിക്കേണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷേ അതിന് വേണ്ടിയിട്ട് എന്താ പറയുക, റിലേഷൻഷിപ്പിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ ബാക്കി എല്ലാ കാര്യങ്ങളും നിർത്തി വച്ചിട്ട് പേഴ്സണെ പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് വേണ്ട. അതിൻ്റെ കൂട്ടത്തിൽ സ്വന്തം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്. സ്വയം
പ്രൊട്ടക്റ്റ് ചെയ്യുക കേട്ടോ. സമയത്തിന് ഭക്ഷണം കഴിക്കുക, എക്സസൈസ് ചെയ്യുക, സ്വയം ഗ്രൂം ചെയ്യുക, അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടതുപോലെ ഇരിക്കരുത്. എല്ലാം ശരി, ഡിവൈൻ ടൈമിങ്ങിൽ കാര്യങ്ങളെല്ലാം ശരിയായി വരും. അതുവരെ സ്വന്തം ഹെൽത്ത്, സ്വന്തം മനഃശാന്തി, അതെല്ലാം കുറച്ച് ഫോക്കസ് ചെയ്യുക കേട്ടോ. സെൽഫ് ലവ് ചെയ്യാൻ പഠിക്കുക. സെൽഫ് റെസ്പെക്റ്റ് എന്തിനേക്കാളും വലുതാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക കേട്ടോ. ഏസ് ഓഫ് കപ്സ് വെച്ച് ഇറ്റ് ഇസ് സേഫ് ഫോർ യു ടു ലവ് എന്നാണ് ഡിവൈൻ പറയുന്നത്. സ്നേഹിച്ചോളൂ, തെറ്റില്ല, സ്നേഹിക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. സെൽഫ്ലെസ് ആയിട്ട്, അതായത് തിരിച്ച് യാതൊരു പ്രതീക്ഷകളും വയ്ക്കാതെ സ്നേഹിച്ചോളൂ എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. അൺകണ്ടീഷണൽ ലവ് എന്ന് പറയില്ലേ, ഉപാധികളില്ലാത്ത സ്നേഹം, അതായിക്കോളൂ എന്നാണ് ഡിവൈൻ പറയുന്നത്. പലർക്കും റീയൂണിയൻ വരുന്നതായിട്ടും ഡിവൈൻ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടേതൊരു അൺകണ്ടീഷണൽ ലവ് ആണ് എന്നുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ഹീലിങ്ങിൽ കൂടി കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഒരു റീയൂണിയൻ വരും എന്ന് തന്നെ ഇവിടെ പറയുന്നു. ഓക്കെ, നിങ്ങൾക്ക് വല്ലാത്ത ഇമോഷണൽ ഡിസ്റ്റർബൻസസ് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഉണ്ട്, ഇമോഷണലായിട്ട് നിങ്ങൾ വല്ലാതെ അപ്സ് ആൻഡ് ഡൗൺസിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഹീലിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യണം എന്ന് തന്നെ ഡിവൈൻ പറയുന്നു കേട്ടോ. അത് നിങ്ങൾക്ക് മെഡിറ്റേഷൻസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു യോഗ ക്ലാസ് അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് മനസ്സ് ഡിസ്ട്രാക്ട് ചെയ്യും. ഇപ്പോൾ പാട്ട് ഇഷ്ടമാണ്, ഡാൻസ് ഇഷ്ടമാണ്, വരയ്ക്കാൻ ഇഷ്ടമാണ്, എഴുതാൻ ഇഷ്ടമാണ്, അങ്ങനെ എന്തെങ്കിലും നിങ്ങളെ തന്നെ ബിസി ആക്കുക. നിങ്ങളുടെ മനസ്സിനെ ബാലൻസ് ആക്കണം. ആ ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുക. നിങ്ങളുടെ പേഴ്സണെ ഫോക്കസ് ചെയ്യുന്നത് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിലേക്കും മനസ്സിനെ ചെലുത്താനാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. 9 ഓഫ് കപ്സ് ആൻഡ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് നിങ്ങളിൽ പലർക്കും ഒരു ന്യൂ ബിഗിനിങ് വരുന്നുണ്ട്. ഒരു മേജർ ചേഞ്ച് അടുത്ത് തന്നെ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് ഡിവൈൻ പറയുന്നു. ഓക്കെ, ആ മേജർ ചേഞ്ച് നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആയിട്ടാണ് വരുന്നത്. നിങ്ങൾ ചിരകാലമായിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന എന്തോ ഒരു നല്ല കാര്യം നിങ്ങൾക്ക് നടക്കാൻ പോകുന്നു എന്ന് ഡിവൈൻ പറയുകയാണ് കേട്ടോ. ദ സ്റ്റാർ വെച്ചിട്ട് ഡിവൈനെ ഉറച്ചു വിശ്വസിക്കുക, ഫെയ്ത്ത് കൈവിടരുത്. ഓക്കെ, സ്വയം വിശ്വസിക്കുക, പേഴ്സണെ വിശ്വസിക്കുക, ഡിവൈനെ ഉറച്ചു വിശ്വസിക്കുക. ശരിയായ സമയത്ത് ഡിവൈൻ ടൈമിങ്ങിൽ എല്ലാം ശരിയാകുമെന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. മാനിഫെസ്റ്റേഷൻസ് ചെയ്യാനും ഡിവൈൻ പറയുന്നുണ്ട്. ഓക്കെ, മാനിഫെസ്റ്റേഷൻസ് വേണ്ടതുപോലെ ചെയ്യുക, ഹീലിംഗ് വേണ്ടതുപോലെ ചെയ്യുക. ഓക്കെ, മറ്റൊരാളുടെ ഹെൽപ്പ് ഹീലിങ്ങിന് വേണ്ടി എടുക്കണമെങ്കിൽ അതും എടുക്കുക. ഓക്കെ, അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്യുക. മനസ്സ് ശാന്തമാക്കുക. മനസ്സ് ഡിസ്റ്റർബ്ഡ് ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഹീലിങ്ങോ മെഡിറ്റേഷൻസോ എല്ലാം ചെയ്യണമെന്ന് തന്നെയാണ് ഡിവൈൻ വീണ്ടും പറയുന്നത് കേട്ടോ. വല്ലാത്ത ഡിസ്റ്റർബൻസ് ആണ്. നിങ്ങൾക്ക് ഒരു മൂന്നാമതൊരാളുടെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒരു കൗൺസിലിങ്ങിനൊക്കെ പോകുന്നതിനും കുഴപ്പമില്ല കേട്ടോ. കിങ് ഓഫ് കപ്സ് ഇൻ ദി വേൾഡ്, പലരും ലോങ് ഡിസ്റ്റൻസിലാണ്. അവിടെ ക്ഷമയോടെ വെയിറ്റ് ചെയ്തേ പറ്റൂ. പക്ഷേ ലോങ് ഡിസ്റ്റൻസിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. അവർ സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് അവിടെ തിരക്കുകളാണ്. നമ്മൾ വിചാരിക്കുന്ന ടൈമിങ്സ് അല്ല പുറമെ ജോലി ചെയ്യുന്നവരുടെ കേട്ടോ. അപ്പോൾ തൊട്ടേനും പിടിച്ചതിനും സംശയിക്കണ്ട എന്നാണ് പറയുന്നത്. അവർക്ക് സ്നേഹമുണ്ട്, ഇനാക്റ്റീവായിട്ട് ഇരിക്കേണ്ടുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അതുകൊണ്ടാണ് അവർ ചിലപ്പോൾ സിറ്റുവേഷൻസിൽ പെട്ടതുകൊണ്ടായിരിക്കും അവർക്ക് ഒരു കോൾ മെസ്സേജ് ഒന്നും ചെയ്യാൻ സാധിക്കാത്തത്. ഓക്കെ, അപ്പോഴേക്കും എടുത്തു ചാടി അവർ മൂവ് ഓൺ ചെയ്ത് പോയി എന്നൊന്നും വിചാരിച്ച് ടെൻഷൻ ആവണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അതേസമയം നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ ഈഗോ ഇഷ്യൂസ് കൊണ്ട് പരസ്പരം ചെറിയ ഇഷ്യൂസ് ആയിരിക്കുമേ, ഒന്ന് രണ്ടും പറഞ്ഞ് തുടങ്ങിയതായിരിക്കും, അത് പിന്നെ ഒരു നോ കോണ്ടാക്റ്റിൽ അങ്ങനെയൊക്കെ ഒരു ഈഗോ ഇഷ്യൂ മൂലം അവർ കോണ്ടാക്ട് ചെയ്യാതിരിക്കുകയാണ് എന്നൊക്കെയുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ആ സമയം മാറി വരും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കോണ്ടാക്റ്റ് അവരുടെ ഭാഗത്തു നിന്നും വരും എന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. ഓവറോൾ എല്ലാവർക്കും ഒരു പോസിറ്റീവ് ഇത് തന്നെയാണ് വരുന്നത്. നിങ്ങൾ നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു കേട്ടോ. നിങ്ങളുടെ മനസ്സ് ശാന്തമാവണം, നിങ്ങൾ ഹീലിങ്ങിൽ കൂടി കടന്നു പോകണം. മനസ്സ് ഹീലാവുമ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം വീണ്ടും പഴയതുപോലെ ഇൻ പ്ലേസ് ആയിട്ട് നമുക്ക് തോന്നും കേട്ടോ. മനസ്സ് ഡിസ്റ്റർബ്ഡ് ആകുമ്പോഴാണ് എല്ലാം ഡിസ്റ്റർബ്ഡ് ആയി പോകുന്നത് കേട്ടോ. നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ആ നെഗറ്റിവിറ്റി നമ്മളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആവും. അതുകൊണ്ട് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക, പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. അപ്പോൾ പോസിറ്റീവ് കാര്യങ്ങൾ നമുക്ക് മാനിഫെസ്റ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്ത് തരണം.
പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ. നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായിട്ടാണ് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.